മർത്തോമ നസ്രാണികളുടെ ചരിത്രം തന്നെ കീഴ്മേൽ മറിയുന്ന ഒരു സംഭവമായിരുന്നു പാറമേക്കൽ തോമക്കത്തനാരുടെയും മാർ ജോസഫ് കരിയാറ്റിയുടെയും റോമയാത്ര. റോമിൽ നിന്ന് മെത്രാപ്പോലിത്തയായി അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു. അദ്ദേഹം 1786 മെയ് 1 ഗോവയിൽ എത്തിച്ചേർന്നു. മാർത്തോമയുടെ പുനരൈക്യം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് കരിയാറ്റി മെത്രാപ്പോലിത്തയ്ക്ക് കുറച്ചുനാൾ ഗോവയിൽ താമസിക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് പനി പിടിക്കുകയും അകാലചരമം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. 1786 സെപ്റ്റംബർ മാസം 10 തീയതിയാണ് മർത്തോമ ക്രിസ്ത്യാനികളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ഈ സംഭവം ഉണ്ടായത്. സുറിയാനി സഭയുടെ തന്നെ ഭാവി ചരിത്രത്തിന് ഒരു കനത്ത ആഘാതമായിരുന്നു മാർ ജോസഫ് കരിയാറ്റിയുടെ മരണം. മാർ കരിയാറ്റിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ ആധികാരിക രേഖകൾ ഒന്നും നിലവിൽ ലഭ്യമല്ല. എങ്കിലും കരിയാറ്റിയുടെ മരണത്തെപ്പറ്റി എം.ഒ. ജോസഫിൻ്റെ കൈവശമുള്ള വർത്തമാന പുസ്തകത്തിൻ്റെ അവസാനം കാണുന്ന അടിക്കുറിപ്പിൽ ഇങ്ങനെ കാണുന്നു: അവിടെ ചെന്നതിന് ശേഷം ഗോവ മാങ്ങ തിന്നു എന്നും അതിനാൽ പനി പിടിച്ചു എന്നും ഒരു പനി ഉണ്ടായി എന്നും പറയുന്നുണ്ട്. പനിക്ക് കൊടുത്ത ഔഷധങ്ങൾ ഒന്നും പനി പോകാനല്ലായിരുന്നു. ബഹുമാനപ്പെട്ട പാറമേക്കൽ തോമാച്ചനെ ദീനക്കാരനായിരുന്ന മെത്രാപ്പോലീത്തയെ കാട്ടിയതുമില്ല. മരിച്ചതിൻ്റെ ശേഷമാണ് കാട്ടിയത്. കണ്ടപ്പോൾ മരിച്ചു കിടന്ന പായും തലേണയും പരിശോധിച്ചപ്പോൾ തോമാച്ചനെ ഗവർണറായി എഴുതിയ ഒരു കടലാസും കിട്ടി. മെത്രാപ്പോലീത്തയുടെ കബറടക്കവും അവിടെ കഴിച്ച തോമാച്ചൻ നാട്ടിലേക്ക് പോന്നു ഗവർണറായി. ഇത് സംബന്ധിച്ച് തോമാച്ചനോട് ചോദിച്ചാൽ കരയുന്നതല്ലാതെ ഉത്തരമൊന്നും പറയുന്നില്ല എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചവർ പറഞ്ഞ് കേൾവിയുള്ളതായി അറിയുന്നു. അങ്ങനെ മാർ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലീത്തയുടെ മൃതദേഹം ഗോവ കത്തീഡ്രൽ ദേവാലയത്തിൽ സംസ്കരിക്കപ്പെട്ടു. കരിയാറ്റി മെത്രാപ്പോലീത്തയെ അഭിഷിക്തനാകുകയും ഭിന്നിച്ചുപോയ മാർത്തോമായെ കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യപ്പെടുത്തുന്നതിനുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തപ്പോൾ മാർത്തോമ നസ്രാണികൾ അതീവ സന്തുഷ്ടരായെങ്കിലും അവരുടെ സന്തോഷം നൈമിഷികമായിപ്പോയി. മെത്രാപ്പൊലീത്തയുടെ മരണത്തോടെ മാർത്തോമ നസ്രാണി സഭ ദീർഘനാളായി വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ആശകളും പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമായി.